രാഷ്ട്രീയം പറയേണ്ടിടത്ത് രാഷ്ട്രീയം പറയണം, വികസനം കാണേണ്ടിടത്ത് അത് കാണണം. എന്നാൽ ചിലർക്ക് എപ്പോഴും ട്രോളാനും രാജ്യത്തെ ചെറുതാക്കി കാണിക്കാനും മാത്രമേ സമയം കിട്ടാറുള്ളൂ. ഇന്ത്യയിൽ എന്ത് നല്ല കാര്യം നടന്നാലും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം എന്ത് നേട്ടം കൈവരിച്ചാലും അതിനെയൊക്കെ കണ്ണടച്ചെതിർക്കുക, അല്ലെങ്കിൽ അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് സ്വയം ഹാസ്യപാത്രമാകുക, ഇത് ചില നേതാക്കളുടെ സ്ഥിരം ശൈലിയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ സൈബർ അണികളെയും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായി നിരത്തുന്നത് ഇത്തരം ചില വിചിത്രമായ പ്രചാരണങ്ങളാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാൽ, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയാൽ അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ തിരിയും, UAE നമുക്ക് പെട്രോൾ തരില്ല, ഇന്ത്യ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയെ പിന്തുണയ്ക്കുമ്പോൾ ഇത്തരമൊരു ഭീതി രാജ്യത്ത് പടർത്താൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? വായ്ത്താരികൾ കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി തന്റെ ദീർഘവീക്ഷണമുള്ള വിദേശ നയതന്ത്രം കൊണ്ട് നൽകിയ മറുപടി എന്താണ്? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദേശീയ സുരക്ഷയെക്കുറിച്ചോ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ലാതെ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പുതിയൊരു കാര്യമല്ല. പാർലമെന്റിലും പൊതുവേദികളിലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും സ്വന്തം പാർട്ടിക്ക് തന്നെ തലവേദനയാകാറുണ്ട്. ചൈന അതിർത്തി കടന്നു എന്നോ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു എന്നോ ഒക്കെയുള്ള കഥകൾ മെനയുന്നതിൽ അദ്ദേഹം എപ്പോഴും മുന്നിലാണ്. കാശ്മീർ വിഷയത്തിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുമെന്ന രീതിയിലുള്ള ഭയമാണ് പ്രതിപക്ഷം പങ്കുവച്ചത്. UAE പോലുള്ള വിശ്വസ്തരായ സുഹൃത്ത് രാജ്യങ്ങൾ ഇന്ത്യയെ കൈവിടുമെന്നുവരെ പലരും പ്രചരിപ്പിച്ചു. ഇത്തരം ചിന്തകളുമായി നടക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര നയതന്ത്രം എന്നത് വെറും പ്രസ്താവനകൾ ഇറക്കലോ ട്വിറ്ററിൽ ട്രോളോ അല്ല എന്നാണ്. അവിടെ രാജ്യത്തിന്റെ പരമാധികാരവും പരസ്പര വിശ്വാസവുമാണ് പ്രധാനം. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെയുള്ള സർവകലാശാലകളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മാത്രമേ അറിയൂ എന്ന് വിമർശകർ പറയുന്നത് വെറുതെയല്ല. സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളെ പുകഴ്ത്താൻ മടിക്കുന്ന, എന്നാൽ എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം പ്രചരിപ്പിക്കുന്ന ഈ രീതിയെ ജനം എത്രകാലം ഗൗരവത്തോടെ കാണും? എണ്ണവില കൂടുമ്പോൾ മാത്രം ബഹളം വെക്കുന്നവർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ പോവുകയാണ്. ഇനി നമുക്ക് യഥാർത്ഥ വസ്തുതയിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്തിനെ കുറിച്ചാണോ ഭയന്നത് അതിനെല്ലാം വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ചരിത്രപരമായ തീരുമാനങ്ങൾ ഈ വിമർശകരുടെയൊക്കെ വായടപ്പിക്കുന്നതാണ്. UAE ഇന്ത്യക്ക് 3 കോടി ബാരൽ എണ്ണ നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെറുതെ നൽകുകയല്ല, ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് സംഭരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. കാശ്മീർ വിഷയത്തിന്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമെന്ന് ചിലർ കരുതിയ അതേ UAE ഇന്ന് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയിലുള്ള പൂർണ്ണ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും വലിയൊരു തന്ത്രപ്രധാന നീക്കത്തിന് മുതിർന്നിരിക്കുന്നത്. ഇത് മോദിയുടെ നിരന്തരമായ നയതന്ത്ര ശ്രമങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങളുമായി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വ്യക്തിപരമായ സൗഹൃദത്തിന്റെയും വിജയമാണ്. UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി മോദിയെ ആദരിച്ചതു മുതൽ ഇന്ന് എണ്ണ കരാറുകളിൽ ഒപ്പുവെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആരാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തിയതെന്ന്. വെറുതെ കസേരയിലിരുന്ന് കുറ്റം പറയുന്നവർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും ആകില്ല. ഇത്രയധികം എണ്ണ UAE ഇന്ത്യയിലേക്ക് തരുമ്പോൾ അത് എവിടെ സൂക്ഷിക്കുമെന്ന് ചോദിക്കുന്നവർ ഉണ്ടാകാം. അതിനും ഇന്ത്യക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഭൂമിക്കടിയിൽ വൻതോതിൽ എണ്ണ സൂക്ഷിക്കുന്ന സംവിധാനമാണ് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് അഥവാ SPR. ഒരു യുദ്ധമോ അല്ലെങ്കിൽ കടൽ മാർഗമുള്ള തടസ്സങ്ങളോ ഉണ്ടായാൽ രാജ്യത്തെ ജനങ്ങൾക്ക് എണ്ണ ലഭ്യത കുറയാതിരിക്കാൻ മോദി സർക്കാർ ഈ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഥവാ ADNOC സ്വന്തം ചിലവിലാണ് ഈ എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നത്. 2018 തന്നെ മംഗളൂരുവിലെ സംഭരണിയിൽ UAE 50 ലക്ഷം ബാരൽ എണ്ണ സംഭരിച്ചിരുന്നു. ഇപ്പോൾ പുതിയ കരാർ പ്രകാരം ഭാദൂരിലെ സംഭരണിയിൽ കൂടി 30 മില്യൺ ബാരൽ, അതായത് 3 കോടി ബാരൽ എണ്ണയാണ് സൂക്ഷിക്കാൻ പോകുന്നത്. വിദേശ രാജ്യത്തെ ഒരു വലിയ കമ്പനി സ്വന്തം ചിലവിൽ എണ്ണ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ സൂക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഘട്ടം ഉണ്ടായാൽ ആ എണ്ണ മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗിക്കാം. ഇതിലും വലിയൊരു നയതന്ത്ര വിജയം വേറെ എന്താണുള്ളത്? സാധാരണ സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഒരു പങ്ക് ഇന്ത്യൻ കമ്പനികൾക്ക് വിൽക്കാനും അവർക്ക് അനുമതിയുണ്ട്. ഇതൊരു പരസ്പര ലാഭമുള്ള ബിസിനസ് മാത്രമല്ല, ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വൻ പദ്ധതി കൂടിയാണ്. ഇന്ത്യയിൽ വിശാഖപട്ടണം, മംഗളൂരു, പാതൂർ എന്നിവിടങ്ങളിലായി 5.3
മില്യൺ മെട്രിക് ടൺ എണ്ണ സൂക്ഷിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതിന് കൃത്യമായ കാഴ്ചപ്പാടും അത് നടപ്പിലാക്കാനുള്ള ആർജവും വേണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ കാശ്മീരിൽ രക്തപ്പുഴ ഒഴുകുമെന്നും ഇന്ത്യയെ അറബ് രാജ്യങ്ങൾ ബഹിഷ്കരിക്കുമെന്നും വിദേശ മാധ്യമങ്ങളെ കൂട്ടി വൻ പ്രചാരണം നടത്തിയവർക്കുള്ള ശക്തമായ പ്രഹരമാണിത്. മോദി അവിടെ കാശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ UAE പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾക്ക് ഇത്തരം വലിയ പ്രൊജക്ടുകളെ കുറിച്ചോ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചോ ഒരു ധാരണയുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ പ്രതികരണങ്ങൾ. കളിയാക്കലുകളും തരം താഴ്ന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ നയിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയം വരും പോകും, സർക്കാരുകളും മാറി മറിഞ്ഞു വരും. എന്നാൽ രാജ്യം എപ്പോഴും നിലനിൽക്കണം. രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ആര് നടത്തിയാലും അതിനെ ജനങ്ങൾ തിരിച്ചറിയും. സോഷ്യൽ മീഡിയയിൽ കയറി ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ ചെറുതാക്കി കാണിക്കുന്നവർ മോദി സർക്കാർ നടത്തുന്ന ഇത്തരം മാസ് നയതന്ത്ര നീക്കങ്ങൾ കണ്ടു പഠിക്കണം. 3 കോടി ബാരൽ എണ്ണയാണ് ഇന്ത്യയെ വിശ്വസിച്ച് UAE നമ്മുടെ മണ്ണിൽ നിക്ഷേപിക്കുന്നത്. ഇത് വെറുമൊരു കച്ചവടമല്ല, മോദി എന്ന ശക്തനായ ഭരണാധികാരിയോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആദരവാണ്. വിമർശകർക്ക് ഇനിയും ട്രോളുകളുമായി മുന്നോട്ട് പോകാം. എന്നാൽ രാജ്യം വികസനത്തിന്റെ പുതിയ പാതയിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ചരിത്രം ഇവിടെ കൃത്യമായി സാക്ഷ്യം പറയുകയാണ്. ഒരു വശത്ത് വെറും വാക്കുകൾ കൊണ്ടും സോഷ്യൽ മീഡിയ ട്രോളുകൾ കൊണ്ടും ജനങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന, വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തെ ജനാധിപത്യത്തെ പോലും അധിക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ. കാശ്മീരിന്റെ പേര് പറഞ്ഞ് സ്വന്തം രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാൻ പോകുന്നെന്ന് കള്ളപ്രചാരണം നടത്തിയ പ്രതിപക്ഷം ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി മറുവശത്ത് ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ മണ്ണിലേക്ക് വൻ നിക്ഷേപങ്ങളുമായി ആകർഷിക്കുന്ന നരേന്ദ്രമോദി എന്ന നട്ടെല്ലുള്ള ഭരണാധികാരി. UAEയുടെ 3 കോടി ബാരൽ എണ്ണ നമ്മുടെ SPR സംഭരണികളിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് മോദി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും റീലുകൾ ചെയ്തും വഴിനീള ക്യാമറകളെയും കൂട്ടി നടന്ന് തരം താഴ്ന്ന ട്രോളുകൾ ഉണ്ടാക്കിയും വോട്ട് പിടിക്കാൻ നോക്കുന്നവർക്ക് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷാ നീക്കങ്ങളെ കുറിച്ച് എന്ത് ധാരണയുണ്ടാകാനാണ്? അവർക്ക് ഇനിയും പഴയതുപോലെ വെറും പരിഹാസങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ സമയം കളയാം. കാരണം അതിനപ്പുറം ചിന്തിക്കാനുള്ള ദീർഘവീക്ഷണമോ രാജ്യസ്നേഹമോ ഒന്നും അവരുടെ രാഷ്ട്രീയ അജണ്ടകളിൽ ഇല്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഇന്ത്യ അറബ് രാജ്യങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് വിദേശ മാധ്യമങ്ങളെ കൂട്ടി വൻ പ്രചാരണം നടത്തിയവർക്കുള്ള ഏറ്റവും ശക്തമായ പ്രഹരമാണിത്. മോദി അവിടെ കാശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ UAE പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. രാജ്യം വികസനത്തിന്റെ പുതിയ പാതയിലാണ്. ഈ ശക്തമായ മുന്നേറ്റത്തെ തടയാൻ ഇത്തരം പൊള്ളയായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് കഴിയില്ല എന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ഈ വലിയ നയതന്ത്ര വിജയത്തെക്കുറിച്ചും പ്രതിപക്ഷത്തിന്റെ ഇത്തരം നിലപാടുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.